ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഴുവൻ കേസ് രേഖകളും SIT EDക്ക് കൈമാറി. രേഖകൾ EDക്ക് നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ED ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, കോടതി ഉത്തരവിന് പിന്നാലെ തന്നെ എല്ലാ രേഖകളും SIT EDക്ക് കൈമാറുകയായിരുന്നു. ദിവ്യ, കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് SITക്ക് ഉണ്ടായത്. ആ കോടതിയുടെ എതിർഭാഗങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു എല്ലാ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറണമെന്ന് ഇന്ന് രാവിലെ നിർദ്ദേശം നൽകിയത്. വൈകുന്നേരത്തോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിന്റെ എല്ലാ രേഖകളും EDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. അതായത് 2 കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് കട്ടിളപ്പാളി കേസും മറ്റൊന്ന് ദ്വാരപാല ശില്പങ്ങളുടെ കേസും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, അതായത് FIR കൈമാറിയിട്ടുണ്ട്, മൊഴിപ്പകർപ്പുകൾ കൈമാറിയിട്ടുണ്ട്, FIS കൈമാറിയിട്ടുണ്ട്, റിമാൻഡ് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതായത് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ നടന്നിരിക്കുന്ന കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. ദിവ്യ.